അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഓഡിയൻസ്, ആർ യു റെഡി? ഓക്കെ, നിങ്ങളാണ് എൻ്റെ ഊർജം, നിങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഫ്യൂവൽ. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം, പെട്ടെന്ന് തുടങ്ങാം. നിങ്ങളൊക്കെ നമ്മുടെ വിഷയം അതാണ് കേട്ടോ, സമയമാണ് ജീവിതം, റീൽസ് അല്ല റിയാലിറ്റി എന്നുള്ളതാണ്. നിങ്ങളൊക്കെ 2024 ഡിസംബർ അവസാന ആഴ്ചയിലെ പത്രം വായിച്ചിട്ടുണ്ടോ? ആൾമോസ്റ്റ് എല്ലാ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് രണ്ട് വ്യക്തികളായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? യെസ്, ഒന്ന് മൻമോഹൻ സിംഗ്, രണ്ട് നമ്മുടെ സ്വന്തം MT. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ മരിച്ചാൽ ഫ്രണ്ട് പേജിൽ വരുമോ? എവിടെ വരും? ചരമകോളത്ത് വരും. ആൾ മരിച്ചു, ഇന്നാളുടെ ഭാര്യ ഫാത്തിമ, മക്കൾ റുഷ്ദ, ഹുസ്ന. യെസ്, ഐ ആം റൈറ്റ്? യെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും പടച്ചോൻ കൊടുത്തൊരു സാധനമുണ്ട്. കമ്മ്യൂണിറ്റിയോ ജാതിയോ വ്യത്യാസമൊന്നും ഇല്ലാതെ കൊടുത്താൽ എന്താണെന്നറിയോ? സമയം. ബിൽഗേറ്റ്സിനാവട്ടെ, മാർക്ക് സുക്കർബർഗിനാകട്ടെ, ജെഫ് ബോസസിനാവട്ടെ, നമുക്ക് കിട്ടിയ അതേ ടൈം അത് തന്നെയാണ് അവർക്കും കിട്ടിയത്. പക്ഷേ ആളുകളെ ലൈഫിൽ ലൂസേഴ്സ് ആക്കുന്നതും ഫെയിലിയർ ആക്കുന്നതും സക്സസ് ആക്കുന്നതും ഇതേ 24 മണിക്കൂറാണ്. പക്ഷേ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ശരാശരി ഒരു മനുഷ്യൻ ജീവിക്കുന്നത് 65 വയസ്സ് വരെ. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് 23,825. അത് സാധാരണ ദിവസത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരു 7 മണിക്കൂർ ഉറങ്ങി, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ അവൻ്റെ ഫ്രഷ് എവറിത്തിങ് ഒരു 3 മണിക്കൂർ കൂട്ടാം. ജസ്റ്റ് 7 + 3 8 10. ഈ 10നെ നമ്മൾ 365 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 155 ദിവസമാണ്. ഈ 155 ദിവസം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഈ 155നെ നമ്മൾ 65ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നറിയോ? 9,825. അത് വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 27 ഇയർ. നമ്മൾ 65 -27 ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ 27 വർഷം ഒന്നും ചെയ്യുന്നില്ല. ബാക്കി 38 ആണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നത്. യെസ്, ആം ഐ റൈറ്റ്? ഇത് നമ്മളെ ലൈഫ് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കയറി ഹണി റോസിൻ്റെ വസ്ത്രം എത്ര ഇറങ്ങി, എത്ര കയറി, ബോച്ച എന്ത് പറയുന്നു, സൂപ്പർ വാവ് എന്തായി. നമ്മളിവിടെ നമ്മളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നത്തിങ്, ഒരു പ്രോഫിറ്റും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വാരൻ ബുഫറ്റ് ആരാന്നറിയോ? എനിവൺ ഓക്കെ, ഞാൻ തന്നെ പറയാം. അദ്ദേഹം ഒരു ഗുഡ് ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് ഉണ്ട്. ടോക്ക് ഇതാണ്: ദ ലോസ്റ്റ് ടൈം നെവർ ഫൗണ്ട് അഗെയിൻ. കിട്ടൂല. നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കറൻസി ആയിട്ട് സമയത്തെ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ പറയും ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, അടുത്ത മാസം ചെയ്യാം. ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് ഫേസ് ടുഡേ. ഇന്ന് ഞാൻ ചെയ്യും. ഇന്ന് ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ആസ്ക് യുവർ സെൽഫ്, ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് ടുഡേ, there is no chance, sorry, there is zero chance it will do it tomorrow. കാരണം എന്താ? ഇന്ന് കിട്ടിയ അതേ ടൈം, അതേ മണിക്കൂർ, അതേ മിനിറ്റ്, അതേ സെക്കൻഡ്, അത് തന്നെയാണ് നിങ്ങൾക്ക് നാളെയും ലഭിക്കുന്നത്. ഇന്ന് ഫേസ് ചെയ്ത അതേ നിങ്ങൾ തന്നെയാണ് നാളെയും ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സമയത്തിൻ്റെ വില നമ്മൾ അറിയണം മക്കളെ. ഒരു വർഷത്തിൻ്റെ വില എന്താ നിങ്ങൾക്കറിയോ? ഒരു വർഷം തോറ്റ വിദ്യാർത്ഥിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഒരു മാസത്തിൻ്റെ വില നിങ്ങൾക്കറിയോ? ഒരു മാസം തികയാത്ത കുഞ്ഞിൻ്റെ അമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു ആഴ്ചയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച പതിപ്പിൻ്റെ എഡിറ്ററോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു ദിവസത്തിൻ്റെ വില നിങ്ങൾക്കറിയോ? ഒരു കൂലിപ്പണിക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരു മണിക്കൂറിൻ്റെ വില അറിയോ? പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയോടൊന്ന് ചോദിക്കൂ. ഒരു മിനിറ്റിൻ്റെ വില അറിയോ? ട്രെയിൻ കിട്ടാതായ ഒരു യാത്രക്കാരനോട് ചോദിച്ചു നോക്കൂ. ഒരു സെക്കൻഡിൻ്റെ വില അറിയോ? ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഒരു മൈക്രോ സെക്കൻഡിൻ്റെ വില നിങ്ങൾക്ക് എന്താ അറിയോ? ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കിട്ടിയ കായിക താരത്തോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. സമയം അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ? ജസ്റ്റ് ഫേസ് ടുഡേ. ദ ലോസ്റ്റ് ടൈം നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വൺ ഡേ
നിങ്ങളുടെ ഫോട്ടോ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടാകും. അന്ന് ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ പറയുന്നുണ്ടാകും, ഹൗ വാസ് യുവർ ലൈഫ്. അരെ വാ. അതുകൊണ്ട് സ്റ്റോപ്പ് സ്ക്രോളിങ് ഇൻസ്റ്റഗ്രാം, സ്റ്റോപ്പ് സ്ക്രോളിങ് ഫേസ്ബുക്ക്, സ്റ്റോപ്പ് സ്ക്രോളിങ് യൂട്യൂബ് ആൻഡ് റെസ്പെക്ട് യുവർ ടൈം ആൻഡ് യുവർ ലീവ് ടുഡേ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.